ഹായ്, ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഫസ്റ്റ് ചോദ്യം ഇതാണ്. നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. ഓക്കെ, സോ നോക്കുക, എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, സോ നൺ ഓഫ് അസ് അല്ലെ, നൺ ഓഫ് അസ് എന്ന് പറയുന്ന ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ടാഗ് എന്താകും? പോസിറ്റീവ് ആവും അല്ലെ. ടാഗ് തീർച്ചയായിട്ടും പോസിറ്റീവ് ആണ്. സോ ഇനി ഇവിടെ എത്ര പോസിറ്റീവ് ടാഗ് ഉണ്ട് നോക്കിയാൽ മതി അല്ലെ. ഡിഡ് അസും ഉണ്ട്, ഡിഡ് വി ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ വെർബ് തന്നിട്ടില്ല. പ്ലേഡ് എന്ന ഈ വെർബിനെ പിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെർബിന്റെ V2 ഫോം ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഡിഡ് കിട്ടും അല്ലെ. ഡിഡ് കിട്ടും. ഡിഡിന്റെ കൂടെ നൺ ഓഫ് അസ്, അസിന്റെ സബ്ജക്റ്റ് എന്താ? വി ആണ്. ഓക്കെ, അസിന്റെ സബ്ജക്റ്റ് എന്താണ്? വി ആണ്. യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡിഡ് വി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബി തെറ്റാണ് അല്ലെ. അസ് വീണ്ടും ഉപയോഗിക്കില്ലല്ലോ. ഡിഡിന് ശേഷം പ്രോനൗൺ അല്ലേ വരേണ്ടത്? ഇവിടെ പ്രോനൗൺ അല്ലേ വരേണ്ടത്? ഓക്കെ, പ്രോനൗൺ ആണ് യൂസ് ചെയ്യുക കേട്ടോ. അസിന്റെ പ്രോനൗൺ എന്താ? വി ആണ്. സോ ഡിഡ് വി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. നണ്ണ് എന്ന് പറഞ്ഞാൽ അല്ലെ നെഗറ്റീവ് വേർഡ് ആണ്. സോ സെന്റൻസ് മൊത്തത്തിൽ നെഗറ്റീവ് ആയി. ടാഗ് എന്താക്കണം? പോസിറ്റീവ് ആക്കണം. നോക്കുമ്പോൾ രണ്ട് പോസിറ്റീവ് ടാഗ് ഉണ്ട്. ഡിഡ് അസു ഉണ്ട്, ഡിഡ് വി ഉണ്ട് അല്ലെ. ദെൻ പ്ലേഡ് എന്ന പിരിക്കും നമുക്ക് എന്ത് കിട്ടും? V2 ഫോം ആണ്. ഇ ഡി വന്നാൽ V2 ഫോം ആണ്, ഡിഡ് കിട്ടും. സോ ഡിഡ് പ്ലസ് അസിന്റെ പ്രോനൗൺ വി ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the appropriate question tag. Let's go for a movie, comma dash. What is the answer? Choose the appropriate question tag. Answer option എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലെ. അതായത് മത്സര പരീക്ഷകളിൽ മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഓക്കെ, അത് ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ അല്ലെ. ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന വാക്കുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഇതിന് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ആക്കണ്ട അല്ലെ. ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഷോൾ വി ആയിരിക്കും. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഷോൾ വി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓർത്ത് വയ്ക്കുക, ലെറ്റ്സ് പിന്നെ അത് വരും, ലെറ്റസ് വരും. ഓക്കെ, ലെറ്റസ്. ഓക്കെ, ഇവിടെ ലെറ്റ്സ് ഉണ്ട്, ഇനി ലെറ്റസ് വരാം. ലെറ്റസ് വന്നാലും ആൻസർ ഷോൾ വി തന്നെ ആയിരിക്കും. ഓക്കെ, ഷോൾ വി തന്നെയായിരിക്കും. അങ്ങനെയാണ് എന്റെ ചോദ്യം. ലെറ്റ് മീ വന്നാൽ എന്തായിരിക്കും ടാഗ്? ഓക്കെ, ചോദ്യം ലെറ്റ് മീ വന്നാൽ എന്തായിരിക്കും ടാഗ്? ലെറ്റ് മീ വിൽ യു. ക്ലിയർ? വിൽ യു. എവിടെയെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവും, നമ്മൾ ഇട്ട ചോദ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആൻസർ ഷോൾ വി ആണ്. ലെറ്റ് മീ വന്നാൽ വിൽ യു ആണ് ആൻസർ. ക്ലിയർ? യെസ്, കുറെ പേര് ഷോൾ ആയി പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ വന്നാൽ ആൻസർ വിൽ യു ആണ്. നോക്കാം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ദെൻ ടാഗില് അടുത്തൊരു ചോദ്യം. ഇത് ടാഗ് എന്ന് കണക്കാക്കാൻ പറ്റില്ല, പക്ഷെ ടാഗുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം തന്നെയാണ്. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. ഓക്കെ, നമുക്കത് നോക്കാം. ഇത് ഈ ചോദ്യം ചെയ്തോളൂ കേട്ടോ. നമുക്ക് ലാസ്റ്റ് അതേപോലെ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഈ ചോദ്യം ചെയ്തോളൂ. ഓക്കെ, സോ നോക്കൂ, ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ ക്ലിയർ? ഇനി കിട്ടാത്തൊരു നോക്കി വെച്ചോളൂ കേട്ടോ. അതായത് നെവർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ് അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കാറുണ്ട്. നെവർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ഓക്കെ, നെവർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. അപ്പോ ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെ നെഗറ്റീവ് വേർഡ്സ് വരുമ്പോൾ ഇതിന് നമ്മൾ എന്താ പറയും? സെമി നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് ഓൾറെഡി ഇത് നെഗറ്റീവ് വേർഡ് ആണ്, പക്ഷെ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വരുമ്പോൾ സെമി നെഗറ്റീവ് വേർഡ്സ് ആണ് വരിക. ഓക്കെ, ഒരു സെമി നെഗറ്റീവ് വേർഡ് കഴിഞ്ഞ ശേഷം
എന്ത് വെക്കും നമ്മൾ? ഒരു ഹെൽപ്പിംഗ് വെർബ് വെച്ച ശേഷം പിന്നെ നമ്മൾ എന്ത് വെക്കും? പ്രോനൗൺ വെക്കും. അല്ലെ? പ്രോനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് വെക്കും. പ്രോനൗണും സബ്ജക്റ്റും സെയിം തന്നെയല്ലേ? അല്ലെങ്കിൽ സബ്ജക്റ്റ് വെക്കും. സോ അങ്ങനെ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബും സബ്ജക്റ്റും ചേർന്ന് വരുന്ന ഭാഗമാണ് ഇവിടെ ആൻസർ ആയി വരിക. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ, പഠിച്ചു വെക്കുക കേട്ടോ. അതൊക്കെ ഉണ്ട്. ഓക്കെ, ശരി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ നെവർ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നെവർ എന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. നമുക്ക് ഈ ടാഗ് ചെയ്യുന്ന നമ്മൾ കുറെ നെഗറ്റീവ് വേർഡ് പഠിക്കും അല്ലെ? നെവർ, നത്തിങ്, നോറ്, നൈദർ, നണ്ണ്, നില്ല് അല്ലെ? പിന്നെ അതുപോലെ തന്നെ നോബഡി, നോബഡി, എനിബഡി, പിന്നെ സെൽഡം, ഹാർഡ്ലി, റയർലി, ബ്രയർലി, സ്കേഴ്സ്ലി, ഇങ്ങനെ പറയുന്ന കുറെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു നെഗറ്റീവ് വേർഡ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? സെമി നെഗറ്റീവ് വേർഡ് എന്ന് വിളിക്കാം. ഒരു സെമി നെഗറ്റീവ് വേർഡ് കഴിഞ്ഞ ശേഷം ആദ്യം വെക്കേണ്ടത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ആണ്. ഓക്കെ, അങ്ങനെ ഓക്സിലറി വെർബ് ആദ്യം വരുന്നത് ഓപ്ഷൻ ബി എ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു പ്രൊനൗൺ സബ്ജക്റ്റ് വെക്കണം. സോ ഹാവ് ഐ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്, കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിക്കരുത്. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക്, വിലപ്പെട്ട മാർക്ക് പോവും. സോ അടുത്ത ചോദ്യം നിങ്ങൾ വായിച്ചിട്ട് ചെയ്യണം. ചോദ്യം ഇതാണ്: ബാലൂസ് റിട്ടൺ ദ ബുക്ക്, ഡാഷ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി, നോക്കൂ, ഇവിടെ നോക്കാം. ഈ ചോദ്യം ശ്രദ്ധിക്കൂ. വളരെ കുറെ പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സോ കുറെ പേര് ആൻസർ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നോക്കൂ, ഇവിടെ എന്താ? ബാലൂസ് റിട്ടൺ ദ ലെറ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അല്ലെ, ഒരു സിംഗുലർ ഫോം ആണ് വന്നിരിക്കുന്നത്. റിട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെ വായിക്കണം? ബാലു ഹാസ് written the form. ബാലു ഹാസ് റിട്ടൺ ദ ബുക്ക് എന്നാ വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോ ഈ ബാലുവിന്റെ കൂടെ അപ്പോസ്ട്രോഫിസ് എസ് ഇട്ടാൽ നമ്മളിത് വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണല്ലോ. ഓക്കെ, വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് ബാലു ഹാസ് റിട്ടൺ എന്ന് വായിക്കണം. ഇങ്ങനെയാണ് ഇതിന് വായിക്കേണ്ടത്. സോ ഇനി വായിച്ചാൽ കിട്ടും ബാലു ഹാസ് റിട്ടൺ ദ ബുക്ക്. സോ എന്ത് ചെയ്തു? സെന്റൻസ് പോസിറ്റീവ് ആണ്. ഹാസ് ഉണ്ട്, ഹാസ് പ്ലസ് നോട്ട്, ഹാസ് ഇൻഡ് ഹി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെയെല്ലാം വായിക്കാം? ഇങ്ങനെ ഒരു അപ്പോസ്ട്രോഫിസ് എസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ബാലു ബാലു ഈസ് എന്ന് വായിക്കാം. ബാലു ഹാസ് എന്ന് വായിക്കാം. ബാലു വാസ് എന്ന് വായിക്കാം. ഈ 3 രീതിക്ക് വായിക്കാം. പക്ഷെ ഇവിടെ എങ്ങനെ ഹാസ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. വെർബിന്റെ മൂന്നാമത്തെ ഫോമിന് മുമ്പിൽ നമ്മൾ എന്ത് വെക്കും? ഹാസ് വെക്കും അല്ലെ? വെർബിന്റെ V3ക്ക് മുമ്പിൽ ഹാസ് വെക്കും. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ ബിയിലേക്ക് പോയത്. കുറെ പേര് ഡി ഒക്കെ പറഞ്ഞു. ഡി ഒക്കെ തെറ്റാണ്. ഡി അല്ല ഈ ചോദ്യത്തിന്റെ ആൻസർ. യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. ഇതേസമയം ഇവിടെ വെർബിന്റെ ഒന്നാമത്തെ ഫോം ആണെങ്കിൽ നമുക്ക് ഈസ് വെക്കാം. ഓക്കെ, ഇതിവിടെ വെർബിന്റെ V3 ആയതുകൊണ്ട് ഹാസ് വെച്ചു. ഇനി V2 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? V2 ആണെങ്കിൽ വാസ് വെക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ചോദ്യങ്ങൾ ഇനിയും വരാം. അടുത്ത ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നോ വൺ വാസ് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്, ഡാഷ്. വാട്ട് ഈസ് ദ ആൻസർ? യെസ്, പ്രസന്റ് പെർഫെക്റ്റ് തന്നെയാണ്. പെർഫെക്റ്റ് ഫോം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ഫോം തന്നെ. എ ആണ് ഇവിടെ ആൻസർ ആയി പറയുന്നത് കൂടുതൽ പേരും. സോ ഓക്കെ, അപ്പൊ ചോദ്യം എന്താ? നോ വൺ വാസ് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഓക്കെ, സോ നോ വൺ സെന്റൻസ് നെഗറ്റീവ് ആണ്. സോ ടാഗ് എന്താക്കണം? ടാഗിന് നമുക്ക് പോസിറ്റീവ് ആക്കണം. ഓക്കെ, ടാഗിന് നമുക്ക് പോസിറ്റീവ് ആക്കണം. സോ നോ വൺ, സംവൺ, എനിവൺ, ഇതിന്റെയൊക്കെ സബ്ജക്റ്റ് എന്തായിരിക്കും? ദേ ആയിരിക്കും അല്ലെ? ഇതിനൊക്കെ സബ്ജക്റ്റ് എന്തായിരിക്കും? ദേ ആയിരിക്കും. സോ ദേന്റെ കൂടെ നിൽക്കില്ല, വാസ് നിൽക്കില്ല. സോ വാസിനെ എന്താക്കണം? വേറാക്കണം അല്ലെ? വാസിനെ വേറാക്കണം. സോ വേർ പ്ലസ് സബ്ജക്റ്റ് ഓപ്ഷൻ എ, വേർ ദേ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നോ വൺ വാസ് ഇൻജേർഡ്. ഓക്കെ, അപ്പൊ നോ വണ്ണിന്റെ സബ്ജക്റ്റ് ദേ ആണ്. ദേ ആയതുകൊണ്ട് വാസിന്റെ കൂടെ ദേ നിൽക്കില്ല. വാസിനെ എന്താക്കി? വേറാക്കി. ആൻസർ വേർ ദേ. ഓക്കെ, പോട്ടെ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം
അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം. ഓക്കെ, ഐ ആം സ്മാർട്ട് അല്ലെ? ഐ ആം സ്മാർട്ട്. ഇത്രയും വലിയ ചോദ്യം ഒന്നും വായിക്കണം, നമുക്ക് ഇത്രയും മതി. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത ചോദ്യങ്ങൾ നമ്മൾ സ്ലൈഡ് ആക്കിയതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത ചോദ്യങ്ങൾ നമ്മൾ സ്ലൈഡ് ആക്കിയതാണ്, അതുകൊണ്ടാണ് അതേ ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. ഓപ്ഷൻ വിത്ത് ഓപ്ഷൻസ് അടക്കം നമ്മൾ മത്സര പരീക്ഷകളിൽ തന്ന ചോദ്യ പേപ്പറിന്റെ അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സി ആണ്. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ സെന്റൻസ് പോസിറ്റീവ് ആണല്ലോ, ടാഗ് നെഗറ്റീവ് ആക്കും. ആം പ്ലസ് നോട്ട് അല്ലെ, ആമിന്റെ കൂടെ ജസ്റ്റ് ഒരു നോട്ട് ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, 6 കിട്ടും അല്ലെ. സോ 6 സബ്ജക്റ്റ് ഉണ്ട്, ഐ ഉണ്ട്, 6 ഐ. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. യെസ്, ഈ ചോദ്യം ഓപ്ഷൻ സി ഐസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ്. അടുത്ത ചോദ്യം, രഞ്ജു wrote a letter to you, dash. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യം, രഞ്ജു wrote a letter to you, dash. സോ സിമ്പിൾ ആണ് അല്ലെ, സെന്റൻസ് പോസിറ്റീവ് ആണ്. രഞ്ജു റോട്ടിന് പിരിക്കും നമുക്ക് എന്ത് കിട്ടും? ഡിഡ് പ്ലസ് റൈറ്റ് കിട്ടും അല്ലെ. ഡിഡ് പ്ലസ് റൈറ്റ് കിട്ടും. നമുക്ക് ഇവിടെ ഓക്സിലറി വെർബ് ഡിഡ് മാത്രം മതി. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഡിഡിന്റ് ഹി, രഞ്ജു അല്ലേ, ഹി ആണ്. യെസ്, എ എസ് ഓപ്ഷൻ കേട്ടോ. രഞ്ജു റോട്ട്. ഓക്കെ, നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. വെർബിന്റെ ഒന്നാമത്തെ രൂപമാണെങ്കിൽ നമ്മൾ എന്ത് വെച്ച് പിരിക്കും? ഡു വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് നമ്മൾ എന്ത് വെക്കും? ഡിഡ് ആണ് എടുക്കേണ്ടത്. ഡിഡ് ആണ് ഓക്സിലറി വെർബായിട്ട് എടുക്കേണ്ടത്. ദെൻ വെർബിന്റെ എസ് അല്ലെങ്കിൽ ഇ എസ് രൂപമാണെങ്കിൽ നമ്മൾ എന്തെടുക്കാം? ഡെസ് എടുക്കാം. ഇതൊന്നും അറിയാത്തൊരു ഇതൊന്ന് നോട്ട് ചെയ്ത് ഇടണം. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ റോട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഡ് എടുത്തു. അതേസമയം V1 ആണെങ്കിൽ ഡു എടുക്കാം. എസ് ഓർ ഇ എസ് രൂപമാണ് നമുക്ക് എന്തെടുക്കാം? ഡെസ് എടുക്കാം. വളരെ ഡീപ്പായിട്ട് ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം. ഓക്കെ, ഇതവിടെ ഉണ്ട്. ലെറ്റ്സ് ഹാവ് എ കോഫി, ഡാഷ്. ലെറ്റ്സ് ഹാവ് എ കോഫി, ഡാഷ്. ലെറ്റ്സ് ഹാവ് എ കോഫി, ഡാഷ്. ഓപ്ഷൻ ഷോൾ വി. കിട്ടി, എല്ലാവരും കിട്ടി. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ, ഷോൾ വി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഓക്കെ, നോബഡി contacted me during my difficult times. ഓക്കെ, കിട്ടുന്നുണ്ട്, എല്ലാവരും കിട്ടുന്നുണ്ട്. നോബഡി സെന്റൻസ് നെഗറ്റീവാ അല്ലെ. ടാഗ് എന്താക്കണം? ടാഗ് പോസിറ്റീവ് ആണ്. അപ്പൊ എത്ര പോസിറ്റീവ് ടാഗ് ഉണ്ട് നോക്കുക. ഓക്കെ, ഇതൊക്കെ വെട്ടിയിടുക. അങ്ങനെ ഓപ്ഷനിൽ കണ്ടുപോ ഇത് വെട്ടാം. നമുക്ക് പോസിറ്റീവ് മാത്രമല്ലേ ഉള്ളൂ അല്ലെ. നോബഡി. സോ കോൺടാക്റ്റഡ് എന്താണ്? വീണ്ടും വെർബിന്റെ V2 ഫോം. സോ എന്ത് കിട്ടും? ഡിഡ് കിട്ടും അല്ലെ. ഡിഡ് കിട്ടും. നോബഡിന്റെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഒക്കെ കാണാണ്ട് പഠിച്ചു വെക്കണം. നോബഡിന്റെ സബ്ജക്റ്റ് ദേ ആണ്. സോ ഡിഡ് ദേ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. യെസ്, ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഡിഡ് ദേ. ശരി, അടുത്ത ചോദ്യം. എവരിവൺ പാസ്ഡ് ദ എക്സാമിനേഷൻ, ആഡ് എ സ്യൂട്ടബിൾ ടാഗ്. എവരിവൺ പാസ്ഡ് ദ എക്സാമിനേഷൻ, ആഡ് എ suitable tag. ആൻസർ സോ സിമ്പിൾ ആണ് അല്ലെ. എവരിവണ്ണിന്റെ സബ്ജക്റ്റ് ഇവിടെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. എവരിവൺ സബ്ജക്റ്റ് എന്താണ്? ദേ ആണ്. ഓക്കെ, എവരിവണ്ണിന്റെ സബ്ജക്റ്റ് ദേ ആണ്. ഓക്കെ, ദെൻ വീണ്ടും പാസ്ഡ് വെർബിന്റെ രണ്ടാമത്തെ രൂപം എന്ത് കിട്ടും? ഡിഡ് കിട്ടും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചു? ഇവിടെ വെർബിന്റെ രണ്ടാമത്തെ രൂപം ഡിഡ് കിട്ടും. സോ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ്. ഡിഡിന്റ് ദേ ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സോ അടുത്ത ചോദ്യം. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്, ഡാഷ്. ശ്രദ്ധിച്ചോട്ടോ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യമാണ്, എങ്കിലും സിമ്പിളായി ചെയ്യാം. ഓക്കെ, അപ്പൊ എവരിബഡി ക്ലെയിംസ്, ഞാൻ പറഞ്ഞു വെർബിന്റെ എസ് ഓർ ഇ എസ് രൂപം നമുക്ക് എന്ത് വെക്കാം? ഡെസ് വെച്ച് പിരിക്കാം അല്ലെ. ഡെസ് വെച്ച് പിരിക്കാം. ഓക്കെ, അപ്പൊ ഡെസ് ആണ് ഈ ചോദ്യത്തിലുള്ള ഓക്സിലറി വെർബ്. ഓക്കെ, അപ്പൊ നോക്കിയേ, എവരിബഡിന്റെ സബ്ജക്റ്റ് എന്താ? എവരിബഡിന്റെ സബ്ജക്റ്റ് ദേ ആണ്. എവരിബഡിന്റെ സബ്ജക്റ്റ് ദേ ആണ് അല്ലെ. അപ്പൊ ഡെസിന്റെ കൂടെ ദേ നിൽക്കില്ല. അപ്പൊ ഡെസിന് എന്താക്കണം? ഡെസ് സിംഗുലർ ആണ്. ഡെസിന്റെ പ്ലൂറൽ എന്താണ്? ഡു ആണ്. ഓക്കെ, സോ നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു നോട്ട് ചേർത്ത് ഇതിനെന്താക്കണം? ഡോണ്ട് ആക്കണം. ഓക്കെ, ഇതിനെ ഡോണ്ട് ആക്കണം. ആൻസർ ഡോണ്ട് ദേ.
ഇവിടെ തന്നെ ആൻസർ കിടപ്പുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഇവിടെ എവരിബഡി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെസിനെ ഡൂവിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡോണ്ട് ദേ ആക്കിയത്. ക്ലിയർ? അടുത്ത് ലെറ്റ്സ് മീറ്റ് ഹിം, ഡാഷ്. ലെറ്റ്സ് മീറ്റ് ഹിം, ഡി. ഇത് എത്ര പേരെ നമ്മൾ ചെയ്തു? ലെറ്റ്സ് വെച്ച് ആരംഭിച്ചാൽ സിമ്പിൾ അല്ലേ? ലെറ്റ്സ് വെച്ച് ആരംഭിച്ചാൽ ആൻസർ ഷോൾ വി. ഷോൾ വി ഇസ് ദ കറക്റ്റ് ആൻസർ. ലെറ്റ്സ് വെച്ച് ആരംഭിച്ചാൽ ആൻസർ ഷോൾ വി. സിമ്പിൾ ആണ്. പഠിച്ചില്ലേ? അപ്പൊ അത് എത്രത്തോളം പഠിച്ചു എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് 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 അടുത്ത ചോദ്യം. എവരിബഡി വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ എന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? അത് അവിടെ കഴിഞ്ഞു. ആ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓരോ തവണ പഠിച്ചതാണ് ചോദ്യം. ഓക്കെ, വീണ്ടും എത്ര തവണ ചെയ്തു? എവരിബഡി. ഇനി എവരിബഡിന്റെ സബ്ജക്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. എവരിബഡിന്റെ സബ്ജക്ട് എന്താണ്? എപ്പോഴും ദേ ആണ്. ക്ലിയർ? എവരിബഡിന്റെ സബ്ജക്ട് ഒരിക്കലും മറക്കരുത്. എവരിബഡിന്റെ സബ്ജക്ട് ദേ ആണ് അല്ലെ? വാണ്ടഡ് എന്നത് V2 ഫോം ആണ്. സോ V2 ഫോം വരുമ്പോൾ നമുക്ക് ഡിഡ് ആണ് കിട്ടേണ്ടത്. ഡിഡ് പ്ലസ് നോട്ട്. സെന്റൻസ് നെഗറ്റീവ് അല്ലേ? ടേഗ് പോസിറ്റീവ് ആണ്. സോ ഡിഡിന്റെ ദേ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമ്മൾ ഓർത്ത് വെക്കണം, ഓക്സിലറി വെർബ് അല്ലെ? ഈസ്, ആം, ആർ, അതുപോലെ ഹാസ്, ഹാവ്. ഓക്കെ, ദെൻ ഡു, ഡിഡ്, ഡസ്. ഓക്കെ, വാസ്, വേർ. വാസ്, വേർ. ഇതിനൊക്കെ നിങ്ങൾ സിംഗുലറും പ്ലൂറലും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. അടുത്ത ചോദ്യം. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. അപ്പൊ ഈ ചോദ്യമാണ്. ഇതാണ് ചോദ്യം അല്ലെ? ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് എന്ന ചോദ്യം. ഇവിടെ എന്താണ് ആൻസർ വരിക? ഓക്കെ, ശരി, നമുക്ക് നോക്കാം. നോക്കൂ, ലിറ്റിൽ. ശ്രദ്ധിച്ചിരിക്കണം, ഇത് കുറെ പേർക്ക് നെഗറ്റീവ് അടിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നോക്കൂ, ലിറ്റിൽ. ലിറ്റിൽ എന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ക്ലിയർ? ലിറ്റിൽ എന്നത് നെഗറ്റീവ് വേർഡ്. അപ്പൊ ശ്രദ്ധിക്കണം, എ ലിറ്റിൽ. ക്ലിയർ? എ ലിറ്റിൽ, എ ലിറ്റിൽ, അതുപോലെ എ ഫ്യൂ. ഓക്കെ, ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്. പക്ഷെ ലിറ്റിൽ, ലിറ്റിൽ, ദെൻ ഫ്യൂ, ഇതെന്താ? ഇത് നെഗറ്റീവ് വേർഡ്സ് ആണ്. ക്ലിയർ അല്ലേ? അവർ പോയത് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണേ. എ ലിറ്റിൽ പറഞ്ഞാലാണ് പോസിറ്റീവ്. ഓക്കെ, എ ഫ്യൂ പറഞ്ഞാൽ പോസിറ്റീവ്. വെറും ലിറ്റിൽ, വെറും ലിറ്റിൽ, വെറും ഫ്യൂ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഈ സെന്റൻസ് എന്താ? ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. സോ ലിറ്റിൽ പ്രോഗ്രസ്, പ്രോഗ്രസിന്റെ സബ്ജക്ട് എന്ത് കിട്ടും? നമുക്ക് ഇറ്റ് കിട്ടും. ഓക്കെ, ഇറ്റ് കിട്ടും. സോ ഇവിടെ ഹാസ് ഉണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്താക്കണം? പോസിറ്റീവ് ആക്കണം. ഓക്സിലറി ഹാസും സബ്ജക്റ്റ് ആയി ഇട്ടും. ആൻസർ ഹാസ് ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരിക കേട്ടോ. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. ഓക്കെ, കുറെ പേര് ഈ ചോദ്യം ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇവിടെ ശരി ആൻസർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇത് പറഞ്ഞു തരുന്നുണ്ട്. തെറ്റിയവര് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിന്ന് തെറ്റിയ കുഴപ്പമില്ല, എക്സാം ഹാളിൽ തെറ്റിക്കരുത്. ഓക്കെ, സോർത്ത് വയ്ക്കുക. ലിറ്റിൽ. ലിറ്റിൽ എന്നത് നെഗറ്റീവ് വേർഡ് ആണ്. ലിറ്റിൽ എന്നത് പക്ക നെഗറ്റീവ് വേർഡ് ആണ്. പക്ഷെ എ ലിറ്റിൽ ആണ് പോസിറ്റീവ്. ഓക്കെ, സോ ലിറ്റിൽ പ്രോഗ്രസ് ഹാസ്. പ്രോഗ്രസിന് സബ്ജക്ട് ഇറ്റ് കിട്ടി. ദെൻ ഹാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഹാസ് ഇറ്റ്. പോസിറ്റീവ് അല്ലേ സെന്റൻസ്? ഇത് നെഗറ്റീവ് സെന്റൻസ് അല്ലേ? ടാഗ് എന്താകണം? ദെൻ പോസിറ്റീവിലേക്ക് മാറണ്ടേ? യെസ്, ദ ലിറ്റിൽ പോസിറ്റീവ് ആണ് കേട്ടോ. അതായത് ആർട്ടിക്കിൾ ചേർന്നാൽ നമുക്കറിയാം ഏത് ആർട്ടിക്കിൾ? എയും ആനും ദായും. ആർട്ടിക്കിൾ ചേർന്ന് വരുമ്പോ ഇത് പോസിറ്റീവ് ആവും. നോർമലായ സമയത്ത് ഇത് നെഗറ്റീവ് ആണ്. യെസ്, വളരെ സ്പീഡപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ നോബഡി അല്ലെ? നോബഡി ഫോണ്ട് വൈൽ ഐ വാസ് എവേ. സോ ഇത്രയും വെർബ് നോക്കിയാൽ മതി. ക്ലിയർ?
നോബഡി സെന്റൻസ് നെഗറ്റീവ് ആണ്. ഫോണ്ട് ദെൻ വീണ്ടും വെർബിന്റെ V2 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡ് കിട്ടും. സോ സെന്റൻസ് നെഗറ്റീവ് ആണ്. ടാഗ് പോസിറ്റീവ്, ഒറ്റ പോസിറ്റീവ് ടാഗ് അല്ലേ ഉള്ളൂ, 2 ഉണ്ട്. സോ ഡിഡ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, then അടുത്ത ചോദ്യം. വീണ്ടും ചോദ്യം. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ചെയ്തോളൂ. നേരത്തെ അതേ ചോദ്യത്തിന്റെ അടുത്തൊരു ചോദ്യം. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. നോക്കൂ, ഫ്യൂ പറഞ്ഞാൽ എന്താ? ഫ്യൂ മാത്രമേ ഉള്ളൂ. ഫ്യൂ നെഗറ്റീവ് വേർഡാണ്. ഓക്കെ, പീപ്പിൾ ദേ ആണ് കിട്ടുക. ഓക്കെ, പിന്നെ എല്ലാവരുടെ ഓപ്ഷനിലും ദേ ആണല്ലോ. ന്യൂ KNEW ന്യൂ വെർബിന്റെ രണ്ടാമത്തെ രൂപം അല്ലെ? വെർബിന്റെ രണ്ടാമത്തെ രൂപം നമുക്ക് എന്ത് കിട്ടും? ഡിഡ് കിട്ടും. സോ ഡിഡ് പ്ലസ് ഡേ വരും. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, ഡിഡ് ദേ.